2000 തിരുവോണ ദിവസം തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ നിന്ന് ആദ്യ ഷോ തന്നെ ഈ ചിത്രം കാണാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു വ്യക്തിയാണ്. ചേട്ടാ കണ്ടേന്ന് റിലീസ് പടം നമ്മൾ എങ്ങനെ ചെയ്ത് അതേ ഒരു ഫീലിംഗും കാര്യങ്ങൾ. കാരണം 24 ഇത് കൈരളി TV ഇന്നലെ കൂടി ഒരു പടം ഉണ്ടായിരുന്നു. എന്നിട്ടും മലയാളിൽ ഇത്രയധികം ഈ പടം കാണാൻ വേണ്ടി ഇത്രയധികം ആൾക്കാർ വന്നു. നല്ല എക്സ്പീരിയൻസ് ഉള്ള പടമായിരുന്നു. TV കാണുന്നതിനെക്കാട്ടി തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 4K ഒക്കെ നല്ല സെറ്റ് ആയിരുന്നു. 2000 ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു വല്യേട്ടൻ എന്ന സിനിമ. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 2000 തിരുവോണ ദിവസം തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ നിന്ന് ആദ്യ ഷോ തന്നെ ഈ ചിത്രം കാണാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിത് ഒരുപാട് TV ചാനലുകളിലും CD ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഈ ചിത്രം കണ്ടാൽ മടുക്കത്തില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനുള്ളൊരു അവസരം കിട്ടിയത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്ന് പറയുമായിരിക്കും സത്യം. കാരണം പുത്തൻ ദൃശ്യ സാങ്കേതിക മികവോടുകൂടിയാണ് ഈ ചിത്രം വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 4K അങ്ങനത്തെ ഒരുപാട് സാങ്കേതിക വിദ്യ അതിൽ കൂടെ വല്യേട്ടനെ നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചത് അതിന് മുൻകൈയെടുത്ത എൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ അന്ന് ഈ ചിത്രത്തിന് കൊടുത്ത വരവേൽപ്പ് പോലെ ഇന്നും വരവേൽക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല 4K തന്നെ കാണുന്നത്. ഇത് കൈരളി TV ഇന്നലെ കൂടി ഒരു പടം ഉണ്ടായിരുന്നു. എന്നിട്ടും മലയാളിൽ ഇത്രയധികം ഈ പടം കാണാൻ വേണ്ടി ഇത്രയധികം ആൾക്കാർ വന്നു. അതിനൊറ്റൊരു കാരണം മമ്മൂക്കയാണ്. പിന്നെ ഒരുപാട് മരിച്ചുപോയ ഒരുപാട് കലാകാരന്മാരെ കണ്ടു. മണിച്ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, സുകുമാരിയമ്മ, അതുപോലെ തന്നെ ഒരുപാട് പേര് NF വർഗീസിനൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതൊക്കെ എന്താ പറയുക, പിന്നെ നമുക്ക് പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. 1800 തവണ തിയേറ്ററിൽ ഈ കൈരളി ചാനൽ ടെലികാസ്റ്റ് ചെയ്ത പടമാണ്. എന്നിട്ടും മലയാളിൽ വരികയാണ് ഈ പടം കാണാൻ. ഈ സൗണ്ട് ക്വാളിറ്റി ഗംഭീരമായിരുന്നു. ഇതിലിപ്പോൾ ഏകദേശം ഒരു 10-12 പേര് ജീവിച്ചിരിപ്പില്ല. ഇതിലെ കലാകാരന്മാരും ഇതിലെ അണിയറ പ്രവർത്തകരും ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങി നമ്മൾ കണ്ട ഒരു പ്രതീതിയാണ്. അഡീഷണൽ ആയിട്ടൊക്കെ കുറച്ച് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട്. ചേട്ടാ കണ്ടേന്ന് റിലീസ് പടം നമ്മൾ എങ്ങനെ ചെയ്ത് അതേ ഒരു ഫീലിംഗും കാര്യങ്ങൾ. കാരണം 24 വർഷം ആയിന്ന് തന്നെ ഡൗട്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റിലീസിന് മമ്മൂക്കാരെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു ഇത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ എങ്ങനെ റിലീസ് പടം കാണും അതിൻ്റെ എഫക്റ്റ് സൂപ്പർ. കാരണം വെച്ചാൽ ഒന്നും ഒരു ഇതുമില്ല. കാരണം നമ്മളെ എങ്ങനെ റിലീസ് അത് കണക്ക് തന്നെ ഇത് വലിയ ഗംഭീരമായിരിക്കും. കാരണം വെച്ചാൽ ഇനിയും വീണ്ടും കാണരുത്. കാരണം വെച്ചാൽ ഓരോ സീന് കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു സീൻ ഇതാണ് കാണുന്നത്. BGM അത് കണക്ക് തന്നെ നമ്മള് മുമ്പത്തെ ഒരു ഇതല്ല. എഴുത്തിന്റെ BGM ഒക്കെ അല്ല, സൂപ്പർ എഡിറ്റിംഗ് അല്ല, ചെയ്തത് കാര്യം വേറെ സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയേട്ടൻ നമ്മൾ TV-യിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ വന്ന സമയത്ത് കൈരളിയിലൊക്കെ സ്ഥിരയിടുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നുമല്ല, ഒരു ഫ്രഷ്നെസ് ഉറപ്പായിട്ടും ആ സിനിമയ്ക്കുണ്ട്. 4K ഒരു രക്ഷയില്ല, സൗണ്ട് ആവട്ടെ എല്ലാം. പിന്നെ മമ്മൂക്കയുടെ അഴിഞ്ഞാടിയ ഒരു സിനിമയാണ്. അപ്പോൾ അത് 4K-യിൽ കാണാൻ പറ്റിയ നമ്മളെയൊക്കെ പോലുള്ള ഒരു ഭാഗ്യമാണ്. 24 വർഷം നമ്മുടെയൊക്കെ ഏജ് അപ്പോൾ അറിയാം, നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പം എന്തായിരുന്നാലും ഫാമിലി ഓഡിയൻസ് ഒക്കെ തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് കാണണം, സൂപ്പറായിട്ടുണ്ട്. 24 വർഷത്തിന് ശേഷമാണ് ഈ പടം വരുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ആ സമയത്ത് സിനിമ പോയി തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷം പലതവണ പല ഇതിൽ കണ്ട് ഈ പറയുന്ന പോലെ ഈ കൈരളി TV-യിലായാലും പലതിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പടം വന്ന് കണ്ട് തുടക്കം മുതൽ പിന്നെ നമ്മളങ്ങോട്ട് പിടിച്ചിരുത്തിയെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു ചിത്രം ഇപ്പോഴത്തെ രീതിയിൽ 4K-യിൽ വന്നപ്പോൾ ഒരു രക്ഷയില്ല. 4K എന്ന് വെച്ചാൽ കിഡിലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. ഒരു ഫാമിലിയായിട്ട് മൊത്തത്തിൽ നമുക്ക് എത്ര തവണ കണ്ടാലും മടുക്കൂല.